ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ഭീകരാക്രമണം. ഇസ്രായേൽ മിലിറ്ററി ഇന്ന് നടത്തിയ വ്യാപകമായ വ്യോമാക്രമണത്തിൽ 300-ലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു. ഗസ വീണ്ടും ചോരക്കളമായിരിക്കുന്നു. നോക്കാം ഫാക്ട് ആൻഡ് ഫോക്കസ്. ഇന്ന് പുലർച്ചെയാണ് ഗസക്ക് മുകളിൽ ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ എത്തിയത്. ഉറങ്ങുന്ന ഗസക്ക് മേൽ കനത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ. ഗസ സിറ്റി, ദൈർ അൽ ബലാഹ്, ഖാൻ യൂനിസ്, റഫ എന്നിവിടങ്ങളിലെല്ലാം ആക്രമണം നടന്നിട്ടുണ്ട്. We will show no mercy on our enemies. Let me be very clear. Israel will not stop until all of our hostages are back home. തങ്ങൾ ഹമാസിനെ ലക്ഷ്യമിട്ട് വ്യാപക വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പട്ടാളം തന്നെയാണ് അറിയിച്ചത്. ഹമാസ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 330 പേർ ഇതിനകം കൊല്ലപ്പെട്ടുവെന്നാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ജനുവരി 19 ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ കരാറിന് നാളേക്ക് 2 മാസം മാത്രം ശേഷിക്കെ കരാറിന്റെ പച്ചയായ ലംഘനം ഇസ്രായേൽ പട്ടാളം നടത്തിയിരിക്കുന്നു. കരാർ നിലവിൽ വന്ന ശേഷം നടക്കുന്ന ഏറ്റവും ഹീനമായ ആക്രമണമാണ് ഇന്ന് പുലർച്ചെ ഗസ നേരിട്ടത്. ഇസ്ലാമിലെ വിശുദ്ധ മാസമായ റമളാനിൽ ഗസയിലെ മനുഷ്യർ അത്താഴത്തിന് എണീക്കുമ്പോഴേക്ക് കണ്ടത് ഒരു ദയയുമില്ലാതെ വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തി ആക്രമണം നടത്തുന്ന ഇസ്രായേലിന്റെ ക്രൂരതയാണ്. ആക്രമണം നടന്നയുടനെ ഗസയിലെ വിവിധ സ്ഥലങ്ങളിലെ മനുഷ്യരോട് സ്ഥലം വിടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പട്ടാളം. നിങ്ങളുടെ വാസസ്ഥലങ്ങൾ അപകടകരമായ പോരാട്ട ഭൂമികയായി മാറാൻ പോകുകയാണെന്നും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നുമാണ് എക്സിലൂടെ ഇസ്രായേൽ അറിയിച്ചത്. ഗസ സിറ്റിയിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ അൽ അഹ്ലി അറബ് ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അനേകം മനുഷ്യരെ ഇപ്പോഴും തിരിച്ചറിയാനായിട്ടില്ല. ജനങ്ങൾ തങ്ങളുടെ ഉറ്റവരെ കാണാനില്ലാതെ തിരച്ചിൽ തുടരുന്നു. വെടിനിർത്തലിന് ശേഷം അല്പം ആശ്വാസത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന് നോമ്പുകാലം തുടങ്ങിയ ഗസയിൽ വീണ്ടും ദുരിതകാലം ആരംഭിച്ചിരിക്കുന്നു. വെടിനിർത്തൽ വന്നപ്പോൾ അത് ആഘോഷിച്ച ഗസയിലെ ജനതയെ നമ്മൾ കണ്ടതാണ്. എല്ലാം നശിച്ച് പൊടിപടലമായി തീർന്ന ഗസയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ എങ്ങനെയെങ്കിലും ജീവിതം ഒന്നുകൂടി സ്വരുക്കൂട്ടണമെന്ന സ്വപ്നങ്ങളുമായാണ് അവർ അന്ന് മടങ്ങി വന്നത്. സ്വന്തം നാട്ടിൽ ഒന്ന് വന്നിരുന്നിട്ടേയുള്ളൂ, അപ്പോഴേക്കും വീണ്ടും ആക്രമണമുണ്ടാകുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളോ നീതിന്യായ വ്യവസ്ഥയോ ഇസ്രായേൽ എന്ന കൊലയാളി രാഷ്ട്രത്തിന് ബാധകമാകാതെ വരുന്നു. ഇനിയൊരു വെടിനിർത്തലുണ്ടായാലും ആരെ വിശ്വസിച്ചാണ്, എന്തുറപ്പിന്മേലാണ് ഗസൻ ജനത നാട്ടിലേക്ക് തിരിച്ചു വന്ന് നിൽക്കുക? രോഗികൾ ചികിത്സാവശ്യാർത്ഥം റഫയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകുന്ന അതിർത്തി അടച്ചിടാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. ഹമാസ് തടവിലാക്കിയവരെ മോചിപ്പിക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്താനാണ് ഇസ്രായേലിന്റെ നീക്കമത്രേ. അതാണ് ഇസ്രായേലി മാധ്യമങ്ങളുടെ ഭാഷ്യം. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി പറയുന്നത് മറ്റൊന്നാണ്. ബന്ദികളെ തിരിച്ചു കിട്ടലാണ് ഉദ്ദേശമെങ്കിൽ പരസ്പരം കൂടിക്കാഴ്ച നടത്തിയാൽ അത് എന്നേ സാധ്യമാകുമായിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം ആരംഭിക്കേണ്ട സമയമാണ്. ഇതോടുകൂടി യുദ്ധം അവസാനിക്കേണ്ടതാണ്. ഗസയിൽ ബാക്കിയുള്ള 59 ഇസ്രായേൽ തടവുകാർ കൂടി മോചനം നേടേണ്ട സമയമാണ്. പക്ഷേ 2ാം ഘട്ടം ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേൽ തന്നെ പിന്മാറിയതാണ്. സമാധാനപരമായി യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ കൈമാറാനുള്ള അവസരം ഇസ്രായേൽ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. കരാറിന്റെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യാൻ ഖത്തറിലേക്കോ ഈജിപ്തിലേക്കോ മധ്യസ്ഥരെ അയക്കാൻ നെതന്യാഹു തയ്യാറായില്ല. അവർക്ക് അതല്ല വേണ്ടത്. അവർക്ക് ഗസയിൽ യുദ്ധം പുനരാരംഭിക്കണം. എന്നാൽ ആക്രമണം നടത്തിയതോടെ തടവു പുള്ളികളുടെ ജീവൻ വെച്ചാണ് നെതന്യാഹു ഇപ്പോൾ കളിക്കുന്നത്. യുദ്ധം തിരിച്ചു കൊണ്ടുവരാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ബന്ദികളുടെ മരണമണിയാണ് എന്നാണ് ഹമാസിന്റെ ആദ്യ പ്രതികരണം. മധ്യസ്ഥ ചർച്ചകളിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ പരാജയപ്പെട്ടുവെന്ന് കരുതി അതൊരിക്കലും യുദ്ധത്തിലൂടെയും നശീകരണത്തിലൂടെയും ലഭിക്കാൻ കഴിയില്ലെന്നും ഹമാസ് പ്രതിനിധി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം ഇതുവരെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ഗൗരവമായ സംഭാഷണങ്ങൾ നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞിട്ടില്ല. യുദ്ധവെറി തന്നെയാണ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇപ്പോഴത്തെ ആക്രമണം അമേരിക്കയുടെ പിന്തുണയോടെയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശം തേടിയിരുന്നുവത്രേ. തങ്ങൾ ഒരു കരാറും ലംഘിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. വെടിനിർത്തൽ കരാർ 2 ആഴ്ച മുമ്പേ അവസാനിച്ചതാണ്. കരാറിൽ തുടർ ചർച്ചകളോ മറ്റു പുരോഗമനങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മടുപ്പിച്ചുവത്രേ. ഗസയിലെ ആക്രമണത്തെ ട്രംപ് പിന്തുണച്ചുവെന്നാണ് ഇസ്രായേൽ മാധ്യമപ്രവർത്തകർ അറിയിക്കുന്നത്. ജനുവരി 17
ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി സീസ്ഫയർ ഉടമ്പടികൾ നിലവിൽ വരുന്നത്. ഇതുവരെ ഒന്നാം ഘട്ടത്തിലെ എല്ലാ ഉടമ്പടികളും പാലിച്ചാണ് ഹമാസിൻ്റെ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതുവരെ 1000-ലധികം തവണയാണ് ഇസ്രായേൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിലേക്ക് പോകില്ലെന്ന തിട്ടൂരം ഇസ്രായേൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. അതിനിടെ അമേരിക്കയിലെ ഫലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റുകളെ നാടുകടത്തുന്ന നടപടിയും ട്രംപ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിസ റദ്ദാക്കിയതിനെ തുടർന്ന് കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യക്കാരിയായ രഞ്ജിനി ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം സെൽഫ് ഡീപ്പോർട്ട് ചെയ്ത വാർത്ത നമ്മൾ കണ്ടതാണ്. ഇത്രമേൽ നശിപ്പിച്ചിട്ടും ഗസയെ ഇഞ്ചിഞ്ചാക്കി ഇല്ലാതാക്കിയിട്ടും ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതി ഇനിയും തീർന്നിട്ടില്ല. യുദ്ധം ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് അധികാരത്തിൽ വരും മുമ്പ് തന്നെ വെടിനിർത്തൽ കൊണ്ടുവന്ന ട്രംപും ഇപ്പോൾ ഇസ്രായേലുമായി കൈകോർത്തിരിക്കുന്നു. ഇനി ആ നാടും മനുഷ്യരും എവിടെ അഭയം കണ്ടെത്താനാണ്? അറബ് ലീഗിൻ്റെ ഗസ പുനർനിർമ്മാണ പദ്ധതിയോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളോ ഗസയെ രക്ഷിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നു. പക്ഷേ ഗസയിൽ അപ്പോഴേക്കും പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്.